2018 തുല്യമായ ഒരു പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ 2018 കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. കാരണം കേരളത്തിലെ മഴയുടെ പാറ്റേൺ മാറിയിട്ട് 10 വർഷത്തിൽ കൂടുതലായി. 2016 മുതലാണ് ഇത് തുടർച്ചയായി ഇങ്ങനെ കേരളത്തിലെ മഴ ശരിക്കും മാറുന്നത്. പക്ഷെ മാറുന്ന മഴ എങ്ങും പോകുന്നില്ല എന്നുള്ളതാണ് കേരളത്തിന്റെ ഒരു വലിയ സവിശേഷത. കേരളത്തിന്റെ ഭൂമിശാസ്ത്രം അനുസരിച്ച് ഭൂമധ്യരേഖാ പ്രദേശത്ത് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് നല്ല സൂര്യപ്രകാശം നമുക്ക് ഉണ്ട്. ഇവിടെ അറബിക്കടലുണ്ട് പടിഞ്ഞാറ് ഭാഗത്തായിട്ട്. കിഴക്ക് ഭാഗത്ത് ഇന്ത്യയുടെ പശ്ചിമഘട്ട മലനിരകൾ എന്ന് പറയുന്ന പടിഞ്ഞാറൻ ഭാഗത്ത് കിടക്കുന്ന, കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് കിടക്കുന്ന സഹ്യാദ്രി മലകളുമുണ്ട്. ഇത്രയും ഒരു അനുകൂല സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ശക്തമായ മഴ എപ്പോഴും ഉണ്ടായിരിക്കും. ഇത് മഴയുടെ നാടാണ്. ആമസോൺ കാടുകളെ കുറിച്ച് പറയും പോലെ, ചിറാപുഞ്ചിയെ കുറിച്ച് പറയും പോലെ, ഇത് കേരളം ഒരു മഴയുടെ നാടാണ്. ആ മഴയുടെ നാട്ടിൽ കടലിറങ്ങി ഉണ്ടായ കുറെ ഭൂശാസ്ത്ര പ്രദേശവും മലകളുടെ ഉണ്ടായിരുന്ന ഒരു ഭൂശാസ്ത്ര പ്രദേശത്ത് കടലിറങ്ങി കിട്ടിയ ഒരു ഇടനാടും പ്രദേശത്തും ഒക്കെ ആളുകൾക്ക് അധിവസിക്കാൻ പറ്റി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് ഇതിന്റെ ഭൂമിശാസ്ത്രം. അപ്പൊ ഇവിടെ പെയ്ത് കഴിഞ്ഞ ജൂണിൽ കിട്ടാത്ത 60% മഴ, ജൂലൈയിൽ കിട്ടാത്ത 33% മഴ, ഇതെല്ലാം ഇവിടെ ഉണ്ട്. ആ മഴയെല്ലാം നമുക്ക് ഒന്നിച്ച് വന്നാൽ ഓഗസ്റ്റ് മാസം നമ്മൾ പിടിച്ചാൽ കിട്ടില്ല. ഒരു പക്ഷേ ഓഗസ്റ്റ് മാസത്തിൽ ഇനി അത് വന്നില്ല എന്ന് വിചാരിക്കുക, ചിലപ്പോൾ നീണ്ടുപോയാൽ സെപ്റ്റംബറിലെങ്കിലും അത് വരണം, അല്ലെങ്കിൽ ഇത് അടുത്ത സീസണിൽ വരണം. അതായത് ഈ മഴ സീസൺ ഒരിക്കലും നമുക്ക് ആകസ്മികമെന്ന് പറയാൻ കഴിയില്ല. അപ്രതീക്ഷിതമായ മഴയെന്ന് പറയുന്നതിൽ കാര്യമില്ല. കാരണം ഇത് പ്രതീക്ഷയുണ്ട്. മഴ മാറി എന്നുള്ളതും, എൽനിനോ പ്രതിഭാസം വന്നപ്പോൾ മഴ മാറി എന്ന് കാലാവസ്ഥ വകുപ്പ് പറഞ്ഞു. പക്ഷെ അതേ കാലാവസ്ഥ വകുപ്പ് തന്നെ പറഞ്ഞു മൺസൂൺ പാത്തി 10,000 കിലോമീറ്ററോളം മൺസൂൺ പാത്തി ഉണ്ടായിട്ടുണ്ട്, മഴ വരും. ആ മഴ വന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് മഴ മാറുന്ന ഒരു കേരളത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കരുത്. മഴയോടൊപ്പം ജൂൺ ജൂലൈ മാസങ്ങളിൽ കിട്ടേണ്ടിയിരുന്ന മഴയിൽ വലിയ തോതിൽ ഒരു കുറവ് സംഭവിച്ചു എന്ന് IMD തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ മഴയൊക്കെ തന്നെ ഈ ഓഗസ്റ്റ് മാസത്തിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ഓഗസ്റ്റ് അല്ലെ സെപ്റ്റംബറിൽ ലഭിച്ചല്ലേ പറ്റുള്ളൂ. മഴ എവിടെ പോകും? അന്തരീക്ഷത്തിലേക്ക് പോകുന്ന നീരാവിയും മഴക്കാറ്റുകളും എവിടെ പോകും? ഇവിടെ മലനിരകൾ ഉള്ളത് കൊണ്ട് അതിനപ്പുറത്തേക്ക് ഒരുപാട് പോകാൻ പറ്റില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്ത് കളിക്കും. ദിവസങ്ങളുടെ വ്യത്യാസമോ മാസങ്ങളുടെ വ്യത്യാസമോ ഒക്കെ ഉള്ള ഒരു ഓസിലേഷൻ സംഭവിക്കും എന്നുള്ളതല്ലാതെ ഇത് കംപ്ലീറ്റ് ഒരു വരൾച്ചയിലേക്കോ അല്ലെങ്കിൽ വെള്ളമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകാൻ പറ്റില്ല കേരളത്തിന്. അത് കേരളം ഇനി മഴയുടെ ദുരന്ത നാടാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് മഴയുടെ നാടെന്നാണ്. മഴ നമ്മുടെ ഒരു പ്രണയമായിരുന്നു. മഴ നമ്മളുടെ ഒരു പ്രണയമഴ എന്ന് പാട്ട് വരെ ഉണ്ടായിരുന്നു നമുക്ക്. മഴ നമുക്കൊരു നൊസ്റ്റാൾജി ആയിരുന്നു. പക്ഷേ അത് കൃത്യമായ സീസണുകളിൽ കിട്ടിയിരുന്നപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ തലമുറകൾ, പഴയ തലമുറകൾ അതിനനുസരിച്ചുള്ള ജീവിതക്രമം അവിടെ ചിട്ടപ്പെടുത്തി. അപ്പൊ നമുക്കതിൽ വലിയ റോളൊന്നും ഇല്ലായിരുന്നു. അവർ അങ്ങനെ ചിട്ടപ്പെടുത്തി. മഴ കുറവുള്ള സ്ഥലങ്ങളൊക്കെ അവർ വീട് വെച്ചു, മഴയെ നോക്കിയിട്ടുള്ള കൃഷി അവർ ചെയ്തു. അങ്ങനെ മഴയെയും വെള്ളത്തെയും പഠിക്കുന്ന രീതിയിലാണ് ഒരു തലമുറ വന്നത്. പക്ഷെ നമ്മൾ പിന്നെ വന്നപ്പോൾ ആൾക്കൂട്ടവും ജനസംഖ്യയും ഒക്കെ കൂടി, സംവിധാനങ്ങൾ കൂടി, സാങ്കേതിക വിദ്യകൾ കൂടിയപ്പോൾ അത്തരത്തിലുള്ള പരിഗണനകൾ ഒന്നും നോക്കാതെ നമ്മൾ എല്ലായിടത്തും എല്ലാ കൃഷിയും ചെയ്യാൻ ശ്രമിച്ചു, എല്ലായിടത്തും കെട്ടിടം വയ്ക്കാൻ ശ്രമിച്ചു. അങ്ങനെ നമുക്ക് പ്രകൃതിയോടുള്ള ഒരു താല്പര്യം നമ്മൾ മനസ്സിലാക്കാണ്ട് തന്നെ നമുക്കെല്ലാം ചെയ്യേണ്ടി വന്നു. ഇതും കൂടി കാര്യങ്ങൾ ട്രിഗർ ചെയ്തിട്ടുണ്ട് ഇതിന്റെ അവസ്ഥ. ഇപ്പൊ ദുരന്തമുണ്ട്. മഴ വരുന്നതിൽ നമുക്ക് പങ്കുണ്ടെന്ന് വെച്ചാൽ നമുക്ക് പങ്കുണ്ട്. മനുഷ്യർക്ക് മഴ വരുന്നതിൽ പങ്കുണ്ട്. ചെറിയ തോതിലാണെന്നേ ഉള്ളൂ, പക്ഷെ പങ്കുണ്ട്. അതേസമയം മഴ വന്നാൽ അത് ദുരന്തമാക്കുന്നതിൽ വലിയ പങ്കുമുണ്ട്. ഇതാണ് എൻ്റെ ഒരു തമാശ. അപ്പൊ മഴ വരുന്നതിൽ മനുഷ്യർക്ക് ചെറിയ പങ്കേ ഉള്ളൂ, പക്ഷെ മഴ ദുരന്തമാകുന്നതിൽ വലിയ പങ്കുണ്ട്. ഇപ്പോ തൊടുപുഴയിൽ ഇന്നലെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ പിന്നെ കെട്ടിടങ്ങൾ എടുത്തു പോയതെല്ലാം ലൈഫ് പദ്ധതിയിൽ സർക്കാർ കൊടുത്ത കെട്ടിടങ്ങളാണ്. ആ കെട്ടിടങ്ങൾ എവിടെയാ കൊടുത്തിരിക്കുന്നത്? മലഞ്ചരിവുകളിലാണ് കെട്ടിടം വെച്ചിരിക്കുന്നത്. അതെടുത്തു പോയി. ഒരു കാരണവശാലും കെട്ടിടം വെച്ചുകൂടാത്ത സ്ഥലത്താണ് കെട്ടിടം ലൈഫ് പദ്ധതിയിൽ കൊടുത്തത്. ഏത് എഞ്ചിനീയറാണ് അനുവാദം കൊടുത്തത്? ആരാണ് അതിന് തറക്കല്ലിടാൻ പോയത്? അപ്പൊ നമ്മൾ മലയോര പ്രദേശങ്ങളെ കൃത്യമായി മനസ്സിലാക്കാണ്ട് പോകണം. റാന്നിയില് ഇന്നലെ ഉണ്ടായ പാലായിലും ഈരാറ്റുപേട്ടയിലും ഉണ്ടായത് എന്താണ്? ഉരുൾപൊട്ടൽ അസോസിയേറ്റഡ് ആയിട്ടുള്ള വെള്ളപ്പൊക്കമാണ്. നമ്മളത് മനസ്സിലാക്കണം. പമ്പയാറ്റിൽ എങ്ങനെയാ ഈ വെള്ളം കയറുന്നത്? ഈ മലയോര പ്രദേശങ്ങളിലുള്ള വന ആവാസ വ്യവസ്ഥയ്ക്കും അതുപോലെ തന്നെ കൃഷി വ്യവസ്ഥയ്ക്കും ഒക്കെ വലിയ മാറ്റം വന്നു. അപ്പൊ ഇനി ഒരു രസകരമായ കാര്യം പറഞ്ഞുതരാം. ഇന്നലെ പെയ്ത മഴയിൽ കുറെ വെള്ളം നദികൾ വഴി കടലിലേക്ക് പോയി. ബാക്കി വെള്ളം എവിടെ പോയി?
അത് മണ്ണിലേക്ക് പോയിരിക്കുകയാണ്. ആ മണ്ണിലേക്ക് പോയ വെള്ളം അവിടെ ഇരുന്ന് വെറുതെ ഇരിക്കുമോ? ഈ മണ്ണിനെ സാച്ചുറേറ്റ് ചെയ്ത്, മണ്ണിനെ കുഴച്ച്, മണ്ണിനെ വേറെ രൂപത്തിലേക്ക്, അലുവ രൂപത്തിലാക്കി വയ്ക്കും. അതിലേക്കായിരിക്കും അടുത്ത ദിവസങ്ങളിൽ മഴ വരുന്നത്. സ്വാഭാവികമായിട്ട് പെട്ടെന്ന് മണ്ണിടിയും, ഉരുൾപൊട്ടലുണ്ടാവും, വീണ്ടും വെള്ളപ്പൊക്കം ഉണ്ടാവും, പ്രളയം ഉണ്ടാവും. ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. ഈ പ്രോസസ് മനസ്സിലാക്കാത്തൊരു സമൂഹമായി നമ്മൾ നിന്നിട്ട് മഴയെ കുറ്റം പറയുക, അല്ലെങ്കിൽ വെള്ളത്തെ കുറ്റം പറയുക, പെട്ടെന്ന് വന്നതാന്ന് പറയുക. പെട്ടെന്ന് വന്നതല്ല, ഇത് പതുക്കെ തന്നെയാണ് വരുന്നത്, വളരെ പതുക്കെയാണ് വരുന്നത്. കാരണം ഇന്നലെ തന്നെ നോക്കൂ, ഇന്നലെ മഴ വന്നു, ഇന്നിപ്പോ വെയിലല്ലേ തന്നിരിക്കുന്ന പ്രകൃതി, ഇതിക്കുള്ള എന്ത് സുഖമാ തരേണ്ടത്. അപ്പൊ നമ്മളിരുന്ന് ആലോചിക്കണം, വെയിലത്തിരുന്ന് ആലോചിക്കണം. മഴ കുറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, എന്താണ് അടുത്ത മഴ വരുന്നത്, എവിടെയാണ് വരാൻ സാധ്യതയുള്ളത്, വന്നാൽ എന്ത് ചെയ്യണം. നമ്മളിരുന്ന് ഹോംവർക്ക് ചെയ്യണം. നമ്മൾ ആ ഹോംവർക്ക് ചെയ്യുന്നില്ല. കേരളത്തിൽ ആരും ആ ഹോംവർക്ക് ചെയ്യുന്നില്ല. ഇപ്പൊ ഈ മഴ വരുമ്പോൾ നമ്മൾ ബോളം സാർ ഈ ഉണ്ടാക്കും. ഹോംവർക്ക് ചെയ്യണമെന്ന് പറയുമ്പോഴും ഇതേ ഓഗസ്റ്റിൽ 8 വർഷങ്ങൾക്ക് മുമ്പ് ഭീതിപ്പെടുത്തിയ ഒരു ദിവസം ഉണ്ടായിരുന്നു, 2018 ആ പ്രളയകാലം. അന്ന് അതെ, 30-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 8 വർഷം പിന്നിട്ടിട്ടും അതിന് ഫലപ്രദമായ രീതിയിൽ ഇനിയും മഴ പെയ്യുമെന്നും ഇതുപോലെ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്നും പ്രളയം ഉണ്ടാകുമെന്നും അതുപോലെ ഉരുൾപൊട്ടൽ ഉണ്ടാകും, ജനങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടാകും, ഇതൊക്കെ അറിയാം. എന്നിട്ട് പോലും ഇതിന് ദുരന്ത നിവാരണ വിഭാഗത്തിൽ, ആർക്കറിയാമെന്നാണ് പറയുന്നത്? ആർക്കറിയാമെന്നാണ് പറയുന്നത്? അതായത് അധികാരി ആർക്കറിയാമെന്നാണ് ആദിത്യൻ ജി പറയുന്നത്? അറിഞ്ഞുകൂടാ എന്നാ ഞാൻ പറയുന്നത്. ഇത് അറിഞ്ഞുകൂടാത്ത സമൂഹമാണ് നമ്മൾ. അറിയാമായിരുന്നെങ്കിൽ തെറ്റ് ചെയ്യുന്നെങ്കിൽ ക്രിമിനൽ കുറ്റമാണ്, കോടതി പോയാൽ അവർ അകത്താവും. അറിഞ്ഞുകൊണ്ട് നെഗ്ലിജൻസ് കാണിച്ച ക്രിമിനൽ കുറ്റമാണ്. ഇത് അറിയില്ല. നിങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും ഒരാളിനോട് ചോദിക്കുക, താങ്കൾ എത്രയോ വർഷമായി മാധ്യമ രംഗത്ത് നിൽക്കുന്നു, ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യുകയും ചെയ്യല്ലേ, താങ്കൾ ഏതെങ്കിലും ഒരു സാധാരണ മനുഷ്യനോട് ചോദിക്കുക, ആ മനുഷ്യൻ അല്ലെ ചീഫ് സെക്രട്ടറിയോട് ചോദിക്കുക, പോട്ടെ താഴെ സാധാരണ മനുഷ്യൻ പോട്ടെ, ചീഫ് സെക്രട്ടറിയോട് ചോദിക്കുക, ഉയർന്ന ഉദ്യോഗസ്ഥനാണല്ലോ, അല്ലെങ്കിൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക വിദഗ്ധരോട് ചോദിക്കരുത്, അവർക്കറിയാമായിരിക്കും. ബാക്കിയുള്ളവരോട് ചോദിക്കുക, ശാസ്ത്രജ്ഞന്മാരോടും ചോദിക്കരുത്, ബാക്കിയുള്ളവരോട് ചോദിക്കുക. ഏത് ഭൂമിയിലാണ് നിങ്ങൾ താമസിക്കുന്നത്, അവിടുത്തെ ചരിവ് എത്രയാണ്, അവിടെ എത്ര മഴ കിട്ടുന്നു, അതിനവിടെ നിങ്ങൾ ഫ്ലഡ് സോൺ മേഖലയിലാണോ കഴിയുന്നത്, നിങ്ങൾ ഡ്രോട്ട് പ്രോൺ ഏരിയയിലാണോ കഴിയുന്നത്, നിങ്ങൾ ലാൻഡ്സ്ലൈഡ് പ്രോൺ ഏരിയയിലാണോ കഴിയുന്നത് എന്നൊക്കെ ചോദിച്ച ആളുകൾക്ക് അറിയില്ല. അതിനെ സംബന്ധിച്ചൊരു ലിറ്ററസി നമ്മൾ കൊടുത്തിട്ടില്ല. കാരണം ആ ലിറ്ററസി കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു നേരത്തെ. കാരണം ഇവിടെ ഒരുപാട് ഭൂമിയും കുറച്ച് ആളുകളുള്ളപ്പോൾ ഇഷ്ടമുള്ളിടത്തൊക്കെ താമസിക്കാമായിരുന്നു. ആരാണ് പഠിപ്പിക്കേണ്ടത്? ആരാണ് ഇതിന് ഗവൺമെന്റ് അതിന് സ്കീം ഉണ്ടാക്കണം. നമ്മൾ പ്രളയം വന്നപ്പോ പറഞ്ഞ എന്താണ്, എല്ലാ പഞ്ചായത്തിലെയും കുട്ടികളെ നീന്തൽ പഠിപ്പിക്കും. പഠിപ്പിച്ചോ? എല്ലാ പഞ്ചായത്തിലും കർമ്മസേന ഉണ്ടാക്കിയോ? എല്ലാ പഞ്ചായത്തിലും ദുരന്ത നിവാരണത്തിനുള്ള സംവിധാനം ഉണ്ടാക്കിയോ? നമ്മൾ മുകളിലാണ്, താഴെയുള്ള പാവപ്പെട്ട ജനങ്ങളല്ല. അവരോട് വീട് വെക്കരുത്, കക്കൂസ് വെക്കരുത്, കിണർ കുഴിക്കരുതെന്ന് പറഞ്ഞാൽ അവർ പിന്നെ എന്ത് ചെയ്യും? അപ്പൊ അവർക്ക് അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കണം. ഞാൻ ഇന്നലെ 2 ചാനലിൽ വന്നിരുന്നപ്പോൾ എന്റെ വീഡിയോ കണ്ട് അമേരിക്കയിലെ എന്റെ ഒരു സുഹൃത്ത് വിളിച്ചിരുന്നു. അദ്ദേഹം അവിടെയും മഴ പെയ്യുകയാണ്. മഴ പെയ്യുന്ന കൂട്ടത്തിൽ വാട്സപ്പിൽ അത് കണ്ടപ്പോൾ കൃത്യമായി വീഡിയോ കാളിൽ കാണുമ്പോൾ അയാൾ നിൽക്കുന്ന വീട്ടിന്റെ തൊട്ട് മുന്നിൽ നല്ല ലോണുണ്ട്, ഒരുപാട് പുൽമേടുകളുണ്ട്. ഞാൻ ചോദിച്ചു, നഗരത്തിൽ താമസിക്കുന്ന നിങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ എങ്ങനെ പുൽമേട് വന്നു എന്ന് ചോദിച്ചപ്പോൾ ഇറ്റ് ഈസ് കമ്പൾസറി ഇൻ അമേരിക്ക. അത് 2 സെന്റിമീറ്ററിൽ പുൽമേട് ഇല്ലാത്ത ഒരു വീട്ടിന് ലൈസൻസ് കൊടുക്കൂല, നമ്പർ ഇട്ട് കൊടുക്കൂല. എല്ലാ ടാക്സ് അടയ്ക്കുമ്പോൾ ഇതും കൂടി അവർ റെക്കോർഡ് ചെയ്യണം. അങ്ങനെയാണ് ലോകം മാറുന്നത്. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? നമുക്കിവിടെ ഡിസാസ്റ്റർ റെസിലൻസ് ഉള്ള വീടുകൾ വയ്ക്കണ്ടേ? നമുക്ക് മഴവെള്ള സംഭരണം ശക്തമാക്കണ്ടേ? ഭൂഗർഭജല പരിപാലനം ശക്തമാക്കണ്ടേ? വേസ്റ്റ് മാനേജ്മെന്റ് ശക്തമാക്കണ്ടേ? ഇതൊക്കെ ശക്തമാക്കിയാൽ പ്രളയം കുറയും, വന്നാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പോഴും മഴ വരും, വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവും, പക്ഷെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ഇതിപ്പോ നമുക്ക് വന്നാൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ബോഡി വീക്കായി പോയി. നമുക്ക് അസുഖം വന്നാൽ ബോഡിക്ക് താങ്ങാൻ കഴിവുണ്ടെങ്കിൽ ബോഡി താങ്ങും, ചെറിയ മെഡിസിൻ ചെയ്താൽ അതങ്ങ് മാറും. പക്ഷെ ഇതല്ല, ബോഡിക്ക് താങ്ങാവുന്നതിനപ്പുറം, ഭൂമിയാകുന്ന ബോഡിക്ക് ശരീരത്തിന് താങ്ങാവുന്നതിനപ്പുറം ദുരന്തങ്ങൾ നമ്മൾ ഉണ്ടാക്കുകയും അതിന് പരിഹാരം കാണാതിരിക്കുകയും ചെയ്താൽ എന്ത് ചെയ്യും ഭൂമി? നമ്മൾ കുറ്റം പറയാൻ പാടുണ്ടോ? എന്ത് ചെയ്യും? ഈ കംപ്ലീറ്റ് ഇപ്പൊ നഗരങ്ങളിലെ വെള്ളപ്പൊക്കം, നഗരങ്ങളിലെ പ്രളയം, തിരുവനന്തപുരത്തെ വെള്ളപ്പൊക്കം, ആമയഞ്ഞാത്തോടിലെ വെള്ളപ്പൊക്കം ആരുണ്ടാക്കിയതാണ്? നമ്മൾ ഉണ്ടാക്കിയതാണ്. നമ്മളാണ് ചവറുമാരി കളയാത്തത്, നമ്മളാണ് പ്ലാസ്റ്റിക് കുപ്പി ഇടുന്നത്, നമ്മളാണ് പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത്. ഇത് നിയന്ത്രിക്കുന്നത് ആര്? ഇത് എവിടെയാണ് ഇതിനൊരു ചെക്ക് മെഷർ വരുന്നത്? എവിടെയാണ് ഒരു കൺട്രോൾ വരുന്നത്? ഇത് ഗൗരവമായ വിഷയമാണെന്നേ. ഇപ്പൊ പുതിയ ഗവൺമെന്റ് വന്നതുകൊണ്ട് അവർ 2 മാസമേ ആയിട്ടുള്ളൂ. അവരോട് ഇതെല്ലാം ബ്ലെയിമും കൂടെ അവരെ മണ്ടേ വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർ ചിന്തിക്കാൻ നോക്കാം, അവരെന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. കാരണം ഇതിനകത്ത് വളരെ കൃത്യമായ ഒരു ലിറ്ററസി നടക്കണ്ടേ കേരളത്തിൽ?
നടക്കാത്തതുകൊണ്ട് ദുരന്തങ്ങൾ വരുന്നത് മാഷെ. അതുകൊണ്ട് സാർ, വളരെ നമ്മളിപ്പോ കൃത്യമായി ഓരോ വർഷങ്ങളിലും ഇതുപോലെ വാർത്തകൾ വരുന്നു, വെള്ളക്കെട്ട് വരുന്നു, പ്രളയസമാനമായ സാഹചര്യം വരുന്നു, ഉരുൾപൊട്ടൽ വരുന്നു, ഇതൊക്കെ ചർച്ച ചെയ്യുന്നു, ഇതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ പറയുന്നു. ശരിക്കും ഫലപ്രദമായ രീതിയിൽ ഇതെങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനായി സാധിക്കും? ഒരിക്കലും വെള്ളക്കെട്ടിനെയോ അല്ലെങ്കിൽ വെള്ളത്തിനെയോ മഴയോ ഒന്നും തടഞ്ഞു നിർത്താനായി കഴിയില്ല. പക്ഷെ അതിൽ നിന്ന് രക്ഷ നേടാനും ഈ അതിൽ ദുരന്ത നിന്നുള്ള സാധ്യത രക്ഷയല്ല, കുറയ്ക്കാനും എന്ത് ചെയ്യാൻ കഴിയും? അതിനുള്ള രക്ഷയല്ല ചോദിക്കേണ്ടത്. ലീവ് വിത്ത് ഫ്ലഡ്, ലീവ് വിത്ത് ഡിസാസ്റ്റർ, ലീവ് വിത്ത് നാച്ചർ. കേരളത്തിന്റെ മാറുന്ന ഭൂമിശാസ്ത്രത്തിനനുസരിച്ച് ജീവിക്കാൻ സമസ്ത ജനവിഭാഗങ്ങളെയും പഠിപ്പിക്കണം. അതുപോലെ തന്നെ ഇവിടുത്തെ ഗവേഷണ സ്ഥാപനങ്ങളെ അടിയന്തരമായിട്ട് വിളിച്ചുകൂട്ടി ഗവൺമെന്റ് യോഗം ചേർന്ന് പറയണം, ഇനി ഇതുപോലത്തെ കൃഷിരീതി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, നിങ്ങൾ അതിനനുസരിച്ചുള്ള കൃഷിരീതികൾ കണ്ടുപിടിച്ചുകൊണ്ട് വാ. ഇവിടെ ഇതനുസരിച്ച് കെട്ടിട നിർമ്മാണം എല്ലായിടത്തും പ്രാക്ടിക്കൽ അല്ല, അതനുസരിച്ചുള്ള കെട്ടിട നിർമ്മാണ രീതികൾ കണ്ടുപിടിച്ചുകൊണ്ട് വാ എന്ന് പറയുന്ന ഒരു വശത്ത് ഗവേഷണ സ്ഥാപനങ്ങളെയും അങ്ങനെയുള്ള ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരെയും ആ പണി ഏൽപ്പിക്കണം. ജനങ്ങളെ എങ്ങനെയാണ് ഇനി കേരളത്തിൽ ജീവിക്കേണ്ടതെന്ന് ജനങ്ങളെ പഠിപ്പിക്കണം. പിന്നെ ഡിസാസ്റ്റർ ഉണ്ടായാൽ എന്താണ് മാറി താമസിക്കുന്നതിന്റെ അതിന്റെ ആവശ്യകതയെ ജനങ്ങളെ പഠിപ്പിക്കണം. ഇത്തരത്തിലുള്ള മൾട്ടി ഡയമെൻഷണൽ ടാസ്ക് ആണ് ഗവൺമെന്റിന് മുന്നിലുള്ളത്. അത് ചെയ്യുമോ എന്നുള്ളതാണ് കാലം ആവശ്യപ്പെടുന്നത്. നമുക്ക് വലിയ പദ്ധതികൾ വരട്ടെ, എല്ലാ വിഴിഞ്ഞം പോലുള്ള വലിയ പദ്ധതികൾ വരട്ടെ, പക്ഷെ അത് അനുഭവിക്കാൻ മണ്ണിന്റെ അടിയിൽ കാലിന്റെ അടിയിൽ മണ്ണില്ലാത്തൊരു ജനതയായി മാറിയാൽ നമ്മൾ എന്തുണ്ടാക്കിയിട്ട് എന്ത് കാര്യം മാഷേ? ശരിയാണ്. എന്തായിരുന്നാലും ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കുമെന്ന് പ്രതീക്ഷിക്കാം. വളരെ നന്ദി ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.